പ്രതിപക്ഷേതാവിൻ്റെ മറുപടി ഏതായാലും ഇന്ന് ചർച്ചയായിട്ടുണ്ട്, വൈറലായിട്ടുണ്ട്. ഞാൻ കണ്ടു. അത് ഞാൻ ശ്രദ്ധിച്ചു. അതേ ഇപ്പം മീഡിയയിൽ കണ്ടുള്ളൂ. മറ്റൊന്നും ഇന്നലെ നടന്ന സംഭവമില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അല്ല, അത് നിങ്ങൾക്ക് തന്നെ കൊടുക്കണ്ടെന്ന് തോന്നിയോണ്ടാവും. മീഡിയയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര അപ്രസക്തമാണ്. അല്ല, അത് പിന്നെ വേറൊരു അജണ്ടയാണ്. അത് ഞങ്ങളിപ്പോൾ അതിലേക്ക് കടന്നിട്ടില്ല. 20-ാം തീയതി അസംബ്ലിക്ക് എല്ലാവരും കൂടി തിരുവനന്തപുരത്ത് ഒത്തുകൂടുന്നുണ്ട്. ആ സമയത്തൊക്കെ അതിനുള്ള സമയം കണ്ടെത്താമെന്ന് ആവശ്യം. ഇല്ല, ഞങ്ങൾ അങ്ങനെയല്ല. അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗിനെ അറിയിക്കുന്ന സീറ്റുകൾ എന്നുള്ളതൊക്കെ പിന്നെ ഞങ്ങൾക്കും അറിയാം, അവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ, നിങ്ങളാക്കി തീർക്കാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ അല്ല അത് നടക്കുക. മനസ്സിലായില്ലേ? ഞങ്ങൾ വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ചകൾ നടക്കും. എന്താണ് എനിക്ക് മനസ്സിലായില്ല, ചോദ്യം തന്നെ മനസ്സിലായില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാനത് നോക്കിയിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് മറുപടി പറയാം. ഇന്നലെ ഈ കാന്തപുരത്തിൻ്റെ യാത്രയുടെ പരിപാടി രീതിയിൽ തന്നെയാണ് വീണ്ടും മാറാട് ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ വിഷയം വീണ്ടും ചർച്ചയാകുകയാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് നേരത്തെ മറുപടി പറഞ്ഞു. എങ്കിൽ പോലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മാറാട് വിഷയം തന്നെയാണ് പ്രധാന. പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി ഏതായാലും ഇന്ന് ചർച്ചയായിട്ടുണ്ട്, വൈറലായിട്ടുണ്ട്. ഞാൻ കണ്ടു. അത് ഞാൻ ശ്രദ്ധിച്ചു. അതേ ഇപ്പം മീഡിയയിൽ കണ്ടുള്ളൂ. മറ്റൊന്നും ഇന്നലെ നടന്ന സംഭവമില്ല, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അല്ല, അത് നിങ്ങൾക്ക് തന്നെ കൊടുക്കണ്ടെന്ന് തോന്നിയോണ്ടാവും. മീഡിയയിൽ ഞാൻ കണ്ടിട്ടില്ല. അത്ര അപ്രസക്തമാണ്. യൂത്ത് ലീഗ് കൂടുതൽ സീറ്റുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ പ്രവർത്തക സമിതി യോഗത്തിൽ 3 ടേം നിർബന്ധമാക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സമീപനം നേതൃത്വത്തിൻ്റെ അതൊക്കെ സംബന്ധിച്ച് പിന്നെ വളരെ വിശാലമായി തീരുമാനമെടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് സംബന്ധിച്ചുള്ള അവസാന കാര്യം നമുക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അറിയാമെന്നേ പറയാം. അതും സാദിഖ് അലി തങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അറിയാം.